ഹായ് ഹലോ എല്ലാവർക്കും ക്യൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ PYQ സീരീസിന്റെ ഡേ 11 ആണ്. ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളെ പറ്റി PSC സ്ഥിരം ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 1809 മാർച്ച് 12 സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. ബാല്യകാല നാമം മുടിചൂടും പെരുമാൾ. സമ്പൂർണദേവൻ, നാരായണ പണ്ടാരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിലെ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ സമപന്തി ഭോജനം, തൂവയൽ പന്തി കൂട്ടായ്മ തുടങ്ങിയവ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. ഇദ്ദേഹം സമത്വ സമാജം സ്ഥാപിക്കുന്നത് 1836 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവും ഇദ്ദേഹമാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതും വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച്ച ഭരണം എന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂൽ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി, അൽ അമീൻ. അൽ അമീൻ എന്ന മാസിക മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ധർമ്മപോഷിണി സഭ സ്ഥാപിക്കുന്നത് വക്കം മൗലവിയാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട മാസികയാണ് ദീപിക. അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഉത്തരം ഓപ്ഷൻ ഡി, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്ന് കേരളത്തിലുണ്ടായ ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഇത് നടക്കുന്നത് 1697 വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോടെ 1812 നടന്ന കലാപമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8 കാര്യം കൂടി ഓർത്തുവെക്കുക. മലബാർ കലാപം നടക്കുന്നത് 1921 മലബാർ കലാപം എന്ന കൃതി രചിക്കുന്നത് കെ മാധവൻ നായരാണ്. മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. അതേപോലെ ഉറൂബ് രചിച്ച കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. അടുത്ത ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, VT ഭട്ടതിരിപ്പാട്. ഇദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. 1896 മാർച്ച് 26 മേഴത്തൂറാണ് ഇദ്ദേഹം ജനിക്കുന്നത്. വിധവാ പുനർവിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായാംഗമായ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം കൊടുക്കുന്നതും ഇദ്ദേഹമാണ്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് ഇദ്ദേഹമാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് കണ്ണീരും കിനാവും, ചക്രവാളങ്ങൾ, പൊഴിഞ്ഞ പൂക്കൾ, കാലത്തിന്റെ സാക്ഷി. ഓപ്ഷൻസിൽ വാഗ്ഭടാനന്ദൻ ഉണ്ട്. അദ്ദേഹത്തെ പറ്റി കൂടി നമുക്ക് നോക്കാം. കാവി ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ചതും ഇദ്ദേഹമാണ്. ബാലഗുരു എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. കോഴിക്കോട്ട് വെച്ച് പ്രീതി ഭോജനം നടത്തുന്നതും ഇദ്ദേഹമാണ്. ആത്മവിദ്യാ കാഹളം, ശിവയോഗി വിലാസം, യജമാനൻ എന്നീ മാസികകൾ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം സ്ഥാപിച്ച ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന കർഷക സംഘടനയാണ് പിൽക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ULCCS ആയി മാറിയത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്? ഉത്തരം ഓപ്ഷൻ ബി, വേല ചെയ്താൽ കൂലി കിട്ടണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. വൈകുണ്ഠസ്വാമികളാണ് ഇതുമായി ബന്ധപ്പെട്ടത്.
കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടക്കുന്നത്. 1903 മെയ് 15 ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിക്കുന്നത്. SNDPയുടെ ആദ്യകാലത്തെ മുഖപത്രമാണ് വിവേകോദയം. നിലവിലെ മുഖപത്രം യോഗാനാഥം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ശിവശതകം, ആത്മോപദേശ ശതകം, ദൈവദശകം, നവമഞ്ജരി, ധർമ്മ. അദ്ദേഹത്തിന്റെ തമിഴ് കൃതിയാണ് തേവര പതിക്കങ്ങൾ. അടുത്ത ചോദ്യം, ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രാചീന മലയാളം. നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നോക്കാം. 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ കണ്ണമ്മൂല തിരുവനന്തപുരത്ത് ജനിക്കുന്നത്. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായാണ് ആചരിക്കുന്നത്. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കുഞ്ഞംപിള്ളയെന്നും യഥാർത്ഥ നാമം അയ്യപ്പനെന്നുമാണ്. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കണേ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, ജീവകാരുണ്യ നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ കുറേ കണക്റ്റിംഗ് ഫാക്ട്സ് നോക്കി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാട്ടുമായിട്ട് കാണുന്നവരെ ബൈ.